ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ ഹുവാന, നീ ആരു കാരണമാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്? ജി കാരണമാണോ എന്ന് എന്നെ ചോദിക്കും. അതെ ചേച്ചി, ഇനി ഞാൻ കാരണം അവൾക്ക് അവളുടെ മോനെ കാണാൻ പറ്റാണ്ടിരിക്കുമോ എന്നുള്ളൊരു പേടിയും എന്നെ വിട്ടുപിരിയാനായിട്ടുള്ള എല്ലാ സങ്കടവും എല്ലാം കൂടി അവള് ഉള്ളിലൊതുക്കി വെച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും അവള് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കണം. അവളെയും അവളുടെ മോനെയും എനിക്ക് ഒരുമിച്ച് ചേർക്കണം. അല്ല ചേച്ചി, നിന്റെ ഹോട്ടലിൽ ഇപ്പൊ വലിയ ഇവന്റ് ഒന്നും നടക്കുന്നില്ലല്ലോ. എനിക്ക് എങ്ങനെയെങ്കിലും സീനയും സിയുടെ മോനെയും ഒരുമിച്ചാക്കണം. അതിനൊരു ഐഡിയ എന്റെ കയ്യിലുണ്ടെന്ന് പറയും. വലിയ ഇവന്റ്സ് ഒന്നും അവിടെ നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പ്ലേസ് ഒക്കെ കാലിയാണ്. നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയും. എന്തായാലും നീ ആ കേക്ക് എടുത്ത് കഴിക്കുക. കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും അത് മെൽറ്റായി പോകും. അമ്മ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കേക്ക് എല്ലാം കഴിക്കും. അങ്ങനെ ഹുവാന നേരെ വീട്ടിലേക്ക് ചെല്ലും. അമ്മയാണെങ്കിലോ വാതിൽക്കൽ തന്നെ ഹുവാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എന്താണ് ഷാവു ഇങ്ങോട്ടേക്ക് വന്നില്ലേ? ഇപ്പോഴും എന്നോടുള്ള വഴക്ക് മാറിയില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അവനൊരു വഴക്കൂല്ലമ്മ. അമ്മ അവനെ പറ്റി ആലോചിച്ച് സങ്കടപ്പെടേണ്ട. അവന് കുറച്ച് വർക്കും കൂടിയുണ്ട്. എന്തായാലും ഇത്രയും നാള് നമ്മുടെ വീട്ടില് ഒരു റൂം പോലും ഇല്ലാത്ത ഒരവസ്ഥ അവനുണ്ടായില്ലേ? ഇപ്പോ റൂം ഉണ്ടായിട്ട് പോലും ഇവിടെ ഒരുപാട് ഗസ്റ്റ് ഒക്കെ വന്നു. എന്നിട്ട് അവന്റെ റൂമിൽ നിന്ന് ഒഴിപ്പിക്കാൻ വരെ അമ്മ നോക്കി. അതിന്റെയൊക്കെ ഒരു സങ്കടം അവനുണ്ടാകും. കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും അതൊക്കെ മാറും. അവൻ തിരിച്ചു വരും. അമ്മക്കറിയാമോ അവന്റെ അവസ്ഥ? അവന്റെ ജോലിയൊക്കെ പോയി അവൻ ഡെലിവറി ജോബ് പോലും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് വേണ്ടി അവൻ പിടിച്ചു നിന്നില്ലേ? എന്തായാലും അവൻ തിരിച്ചു വരുമെന്ന് പറയും. എന്താ മോളെ ഈ പറയുന്നത്? ഡെലിവറി ജോബോ? ഒരുപാട് പയ്യന്മാര് സ്പീഡിലേക്ക് വണ്ടി ഓടിച്ചു പോവില്ലേ, അതാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അത് തന്നെയാണമ്മ. എന്തായാലും അമ്മ സങ്കടപ്പെടേണ്ട. അവനിപ്പോ ഡെലിവറി ജോബൊന്നും അല്ല ചെയ്യുന്നത്, നല്ലൊരു ജോബാണ്. അമ്മ സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞ് ഹുവാനാമ്മയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ സി ആണെങ്കിലും മോനെ എങ്ങനെയെങ്കിലും തിരികെ പിടിക്കണമല്ലോ. അതിനെന്തെങ്കിലും ലോയുണ്ടോന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കും. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതിനിടയ്ക്ക് മോന്റെ ഫോട്ടോയും കാണും. അതും കൂടി ആകുമ്പോൾ വീണ്ടും സങ്കടം വരും. അപ്പോഴാണ് ഷാവിന്റെ ഓർമ്മ വരുന്നത്. അവന് ഒരു മെസ്സേജ് അയക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. എന്തായാലും മെസ്സേജ് അയക്കണ്ട എന്നുള്ള തീരുമാനത്തിലെത്തുമ്പോഴേക്കും ഷാവാണെങ്കിലോ ഒരു പെട്ടി ഫയലുമായിട്ട് വരും. നിന്റെ അതേ പ്രോബ്ലം ഉള്ള ഒരുപാട് ഫയൽസ് ഒക്കെ ഞാൻ വായിച്ച് പഠിച്ചിട്ടുണ്ട്. നിനക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫയൽ എടുത്ത് നോക്ക്. എന്നിട്ട് നിനക്ക് ഓക്കെ ആണെങ്കിൽ ഈ കേസ് ഞാൻ ഏറ്റെടുത്തോളാം. നിന്റെ മകനെയും നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാം. എനിക്കിപ്പോ നല്ലൊരു ജോബ് ഉണ്ട്. ഇനിയും ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും. നിന്നെയും നിന്റെ മകനെയും പൊന്നുപോലെ നോക്കാനും എനിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നീ ഇനി നിന്നെ വിട്ടു പോവാനായിട്ട് എന്റെ അടുത്ത് പറയരുത്. 10 വർഷമായിട്ട് ഞാൻ ഒരേ പാതയിലൂടെയാണ് പോകുന്നത്. ഒരിക്കലും എനിക്കിനി അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാനായിട്ട് സാധിക്കില്ല. പ്ലീസ് എന്നെ അക്സെപ്റ്റ് ചെയ്യാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ജീക്കും സങ്കടം വന്ന് ഷാവിനെ വന്ന് കെട്ടിപ്പിടിച്ച് സോറിടാ, സോറി, നീ എന്നോട് ക്ഷമിക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കും. അങ്ങനെ ഇവരെ പ്രോബ്ലം ഒക്കെ ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. അതേ ടൈം ഹുവാനയും ഇങ്ങും കൂടി ലഞ്ചിനായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകും. ആ ടൈമിന് ഹുവാനയും ഞാനേ കുഞ്ഞു കുട്ടികൾക്കായിട്ട് ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നീ ഫ്രീ ആവുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് വാ, നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാന്ന് പറയും. എന്ത് കുഞ്ഞു കുട്ടികളുടെ ഇവന്റോ? അപ്പൊ സേഫ്റ്റിയും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടേ? നീ ഇപ്പോഴല്ലേ നിന്റെ റിലേറ്റീവുമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? അവരുമായിട്ടാണോ നീ ചെയ്യാൻ പോകുന്നത്? അത്രയ്ക്ക് കോൺഫിഡൻസ് നിനക്കുണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് ചെയ്യാനാണ്? റിസ്ക് എടുത്താലല്ലേ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറി പോവാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും റിസ്ക് എടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവന്റുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എന്തായാലും നീ വരണോന്ന് അറിയും. എന്റെ മാഡം വിളിച്ചാൽ ഞാൻ വരാണ്ടിരിക്കുമോ? എന്തായാലും വരുമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഹാപ്പി ആയിട്ടിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചോണ്ടിരിക്കും. അതേ ടൈം സിയും ഷാവും കൂടി ടീച്ചറിനെ കാണാനായിട്ട് ചെല്ലും. നിങ്ങളും ഡിവോഴ്സ് ചെയ്ത് ഒരു സിംഗിൾ മദറായിട്ട് ജീവിക്കുവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഇവന്റിന് എന്റെ മകനെയും കൂട്ടി വരണം. പ്ലീസ് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നറിയും. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറൊക്കെയാണ്, പക്ഷേ അവന്റെ ഫാദർ അറിഞ്ഞ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഷാവും, ഞാൻ സിയുടെ ലോയറാണ്. നിങ്ങൾ എന്തായാലും ആ ഇൻവിറ്റേഷൻ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വിട്. അതിനുശേഷം എന്തായാലും നിങ്ങൾ കുറച്ച് കുട്ടികളുമായിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയും. ആ ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാന്നും പറഞ്ഞ് ആ ടീച്ചറും അങ്ങനെ അകത്തേക്ക് പോകും. അങ്ങനെ സീ നേരെ ഹുവാനയുടെ അടുത്തേക്ക് വന്ന് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയും. കറക്റ്റ് ടൈമിന് ഷാവു വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. നീയും ഷാവും എന്റെ ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയും? അതൊന്നും എനിക്കറിയില്ല. ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ എന്റെ പ്രൊഫഷന്റെ ഒരു ഭാഗമല്ലേ. അപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതുമല്ലാണ്ട് എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാണ്ട് വേറെ ആർക്ക് വേണ്ടി അനുഭവിക്കാനാണ്?
അതുകൊണ്ട് ഇതൊന്നും നീ കാര്യമായിട്ട് എടുക്കേണ്ടതേ ഇല്ലാന്നും പറഞ്ഞ് ഹുവാന സീനെ ആശ്വസിപ്പിച്ചൊക്കെ വിടും. അതേ ടൈം ഹീ ആണെങ്കിലോ മിങ്ങിന്റെ ഓഫീസ് റൂമിലേക്ക് കയറി ഭയങ്കരമായിട്ട് തുമ്മിക്കൊണ്ടിരിക്കും. എന്താടാ നീ ഇത്രയ്ക്കും തുമ്മുന്നത്, നിനക്ക് എന്ത് പറ്റി, പാടില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ആ പാടില്ല, നീയല്ലേ എന്റെ കയ്യിൽ ഒരുപാട് ഫയൽസ് ഒക്കെ തന്ന് കറക്റ്റ് ചെയ്ത് രാവിലെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഉറക്കം പോലും ഇല്ലാണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് തുമ്മലൊക്കെ പിടിച്ചത്. മരുന്ന് പോലും കഴിക്കാനായിട്ടുള്ള ടൈം എനിക്ക് കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ തന്നെ മിങ് ഒരു മരുന്നെടുത്ത് ഹീയുടെ കയ്യിലേക്ക് കൊടുക്കും. എന്തായാലും നീ ഇതൊക്കെ കഴിച്ചിട്ടേ ആദ്യം ഹെഡുമായിട്ടുള്ള മീറ്റിംഗ് എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കുമെന്ന് പറയും. എന്ത് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനോ? നമ്മളതിന് ഷിംഗ്ലി ഹോട്ടലിൽ കൈപ്പറ്റിയിട്ടില്ലല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് നീ മറന്നുപോയോ? എത്രയും പെട്ടെന്ന് നീ ഹെഡുമായിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞിട്ട് ഹീന അവിടെ നിന്ന് പറഞ്ഞഴക്കും. അതേ ടൈം സിയുനെ കാണിക്കാണ്. വീട്ടിലേക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചോണ്ടിരിക്കുമ്പോ ഷാന അത് കണ്ടുകൊണ്ട് അകത്തേക്ക് കയറി വരും. നിനക്ക് എന്താ വിവരമില്ലേ, ജങ്ക് ഫുഡാണോ കഴിക്കുന്നത്, ഇതൊന്നും കഴിക്കണ്ടെന്നും പറഞ്ഞ് അതെടുത്ത് കളയാനായിട്ട് പോകും. അപ്പൊ തന്നെ സിയു ഷാനയുടെ കൈ തട്ടി മാറ്റും. എന്നിട്ട് ഷാനനെ മൈൻഡ് ചെയ്യാണ്ട് വീണ്ടും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും. ഇത് കാണുമ്പോൾ ഷാനക്ക് ദേഷ്യം കയറും. ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു പെണ്ണാണ്, നിന്നെയൊക്കെ തീറ്റി പോറ്റുന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. അപ്പൊ തന്നെ സിയു ഒരു ഇൻവിറ്റേഷൻ എടുത്ത് കൊടുത്തിട്ട് കുട്ടികൾക്കായിട്ടുള്ള ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ മാർക്കറ്റിംഗ് കൊടുക്കുന്നത് ഞാനാണെന്ന് പറയും. അത് കാണുമ്പോ ഷാന ആ ഇൻവിറ്റേഷൻ എടുത്ത് നോക്കും. നീ എന്താണ് ഷിംഗ്ലി ഹോട്ടലിലാണോ വർക്ക് ചെയ്യുന്നത്, നിനക്ക് നാണമില്ലേ? ഞാനൊരു ഗോളോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്, അപ്പൊ നീ എന്നെ തകർക്കാനായിട്ട് നോക്കുന്നു, നീ ഒരു നല്ല മകളെ അല്ലാന്ന് പറയും. ഞാനൊരു നല്ല മകളല്ലെന്നോ, അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് ഞാൻ എന്താണ് കഴിക്കുന്നതെന്ന് അറിയാമോ? അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഫുഡ് നിങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നുണ്ടോ? എന്ത് ഫുഡാണ് ഞാനിപ്പോ കഴിച്ചതെന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? പൂവാനയുടെ അമ്മയുണ്ടല്ലോ, അവളെ എന്ത് നന്നായിട്ടാണ് നോക്കുന്നതെന്ന് അറിയാമോ? ഒരുപാട് ഫുഡൊക്കെ കൊടുത്ത് ഒരുപാട് കെയർ ചെയ്ത് അവള് നോക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? അമ്മയും നന്നായിരിക്കണം, എന്നാലേ മകളും നല്ലവളായിരിക്കുള്ളൂ എന്നും പറഞ്ഞ് ജിയോ ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ ആ ഇവന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂവാനെ ഇഷ്ടമില്ലാത്ത ആ 3 പയ്യന്മാരും ഇതിലുണ്ട്. അവർക്കാണെങ്കിലോ വല്ലാത്തൊരു ദേഷ്യമൊക്കെ വരും. നമുക്ക് വല്ല ആവശ്യമൊക്കെ ഉണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ എന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. ആ ടൈമിനാണ് ധോനി അങ്ങോട്ടേക്ക് വരുന്നത്. ആരെയോ കോൾ ചെയ്ത്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, പില്ലർ കിട്ടുന്നില്ലെന്നോ? ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നിങ്ങൾ ഈ അവസാന ടൈമിന് പില്ലർ ഇല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് നോക്കുന്നും പറഞ്ഞ് കോളങ്ങോട് കട്ട് ചെയ്യും. അപ്പോ ഒരു പയ്യൻ വന്നിട്ട്, നിങ്ങൾക്ക് പില്ലറാണ് ആവശ്യം, എന്റെ കയ്യിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്, കുറഞ്ഞ ചിലവിൽ ചെയ്തു തരുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നീ ഇത് ഏറ്റെടുത്തേക്കണം, ഞാനിനി ഇങ്ങോട്ടേക്ക് വരില്ല എന്നും പറഞ്ഞ് ധോനി അവിടെ നിന്ന് പോകും. അതേ ടൈം ഹീ ആണെങ്കിലും മിങ്ങിന്റെ അടുത്തേക്ക് വരും. ദേ മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഷാന മാഡം ഉണ്ടല്ലോ നിങ്ങളെ വറുത്ത് കോരാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെല്ലെന്ന് പറയും. അങ്ങനെ മിങ്ങ നേരെ മീറ്റിംഗ് റൂമിലേക്ക് കയറി ചെല്ലും. ഷാന ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട്. ഇവരുടെ ഹെഡ് ഫോറിനിൽ നിന്ന് വീഡിയോ കോളിലൂടെയാണ് കണക്ട് ആയിട്ടുള്ളത്. എന്തായി നിങ്ങളുടെ പ്ലാൻ? ഷിംഗ്ലി ഹോട്ടലിൽ കൈപ്പറ്റിയോ? നമ്മുടെ കമ്പനി അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാനായിട്ട് സാധിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഷാനയും, ഷിംഗ്ലി ഹോട്ടല് അവൻ ഏറ്റെടുത്ത് നടത്തിയാൽ മാത്രമല്ലേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാനായിട്ട് സാധിക്കുള്ളൂ, അത് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സ്റ്റെപ്പും മിങ് എടുക്കുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ മിങ്ങും, അങ്ങനെയല്ല, എന്റെ കയ്യില് വേറൊരു പ്ലാൻ ഉണ്ട്, ഷിംഗ്ലി ഹോട്ടല് നമുക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഹോട്ടലും അതിന്റെ കൂടെയുള്ള 2 ഹോട്ടലും നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. 3 വർഷത്തിനിടയിൽ ഇല്ലാത്ത പ്രോഫിറ്റ് നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്, അതും 3 ഇരട്ടി പ്രോഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ നമുക്ക് ഷിംഗ്ലി ഹോട്ടലിന്റെ ആവശ്യമേ ഇവിടെ വരുന്നില്ല, വേറെ പ്ലാൻ നോക്കി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറി പോവാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹെഡിനും വല്ലാത്തൊരു സന്തോഷമാകും. ഇങ്ങനെയൊക്കെ പുകഴ്ത്തിയിട്ട് പുള്ളിക്കാരൻ ഓഫ്ലൈൻ പോകും. അപ്പൊ തന്നെ ഷാന, അപ്പോ ഇതായിരുന്നല്ലേ നിന്റെ പ്ലാൻ, എന്തുകൊണ്ട് നീ എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ എന്തിന് നിങ്ങളുടെ അടുത്ത് പറയണം, എന്റെ ബോസ് നിങ്ങളല്ലല്ലോ, ഇപ്പൊ ദേ ഓൺലൈനിൽ വന്നിട്ട് പോയില്ലേ, അതാണ് എന്റെ ബോസ്. അപ്പോ ഞാൻ ബോസിന്റെ അടുത്ത് മാത്രം ഇൻഫോം ചെയ്താ പോരെ? നിങ്ങൾ എന്റെ ബോസ് ആകുമ്പോ ഞാൻ ഇൻഫോം ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞേക്കുവാണ്, ഷിംഗ്ലി ഹോട്ടലിലേക്ക് കൈവെക്കാനായിട്ടുള്ള പ്ലാൻ ഒന്നും വേണ്ട. ഇനി എങ്ങാനും നിങ്ങൾ ഷിംഗ്ലി ഹോട്ടലിൽ കൈവച്ച നിങ്ങളിരിക്കുന്ന ഈ ഒരു പൊസിഷൻ ഇല്ലാണ്ടാക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. അത് നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഇപ്പൊ എന്തായാലും ഞാൻ പോവാണ്, ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് മിങ് അവിടെ നിന്ന് പോകും. അതേ ടൈം ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം കാണിക്കാണ്. അവിടെ ഒരുപാട് കുട്ടികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഷാവാണെങ്കിലും ഒരു ടെഡിയുടെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കുട്ടികളുടെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. നമ്മൾ
നമ്മളിപ്പോ ഒരു ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ അമ്മേനെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പോരാടണം. നിങ്ങളിപ്പോ തന്നെ അമ്മേനെ രക്ഷിക്കാനായിട്ട് പോവാനായിട്ട് പറയും. പക്ഷേ സിയുടെ മോൻ മാത്രം പോവില്ല, അവിടെ തന്നെ നിൽക്കും. എന്താണ് മോനെ, നീ പോകുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, എനിക്ക് എന്റെ അമ്മേനെ രക്ഷിക്കണ്ട, ഞാൻ അമ്മേനെ രക്ഷിക്കാനായിട്ട് പോവില്ല, എനിക്ക് അമ്മേനെ ഇഷ്ടമില്ല എന്ന് പറയും. നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ അമ്മക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് കളിക്കാനായിട്ട് പോയില്ലേ, ആ ടൈമിന് നിന്റെ അമ്മ നിന്നെ പറ്റി എന്നോട് എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ? ഈ വേൾഡിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മോനാണ് നീ എന്നും, അതേപോലെ ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ അമ്മക്ക് ഇഷ്ടം നിന്നെയാണെന്നും പ്രത്യേകം പറഞ്ഞു. ആരെയും നിന്റെ അമ്മ നിന്റെ അളവിനെ സ്നേഹിക്കുന്നൊന്നുമില്ല, അത്രയ്ക്കും നിന്റെ അമ്മക്ക് നിന്നെ ഇഷ്ടമാന്ന് പറയും. ആണോ അമ്മ, അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അമ്മേനെ ഞാൻ ഇപ്പൊ തന്നെ രക്ഷപ്പെടുത്തുമെന്നും പറഞ്ഞിട്ട് സിയുടെ മോനും ഗെയിമിലേക്ക് ഇറങ്ങും. അങ്ങനെ അമ്മേനെ പൂട്ടുവെച്ച സ്ഥലത്തേക്ക് എത്തും. ഒരു വില്ലൻ അവിടെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അയാളെ ഇടിച്ചിട്ട് വേണം അമ്മനെ രക്ഷിക്കാനായിട്ട്. അങ്ങനെ തന്നെ മോൻ കളത്തിലേക്ക് ഇറങ്ങി അയാളെ ഇടിച്ചൊക്കെ ഇടും. അങ്ങനെ സിയും പുറത്തിറങ്ങി മോനെ വന്ന് കെട്ടിപ്പിടിക്കും. മോൻ എന്നാ രക്ഷിച്ചു, അമ്മനെ രക്ഷിച്ചു എന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഹഗ്ഗൊക്കെ ചെയ്യും. അങ്ങനെ ഇവരുടെ ഇടയിലുള്ള പ്രോബ്ലങ്ങളെല്ലാം മാറി അമ്മയും മോനും ഒന്നായിട്ടുണ്ട്. സിയ അങ്ങനെ തന്നെ ഒരു ബോട്ടില് വെള്ളവുമായിട്ട് ഷാവുവിന്റെ അടുത്തേക്ക് ചെല്ലും. ഒരുപാട് താങ്ക്സ് ഉണ്ടടാ, നീ എന്തായാലും ഇത് കുടിക്കെന്നും പറഞ്ഞ് ആ ബോട്ടിൽ നീട്ടും. ആ ബോട്ടിലും ഷാവു വാങ്ങി സിയുടെ തലയിൽ കൊട്ടിക്കൊടുക്കും. താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അയ്യേ, നീ എന്തായി കാണിക്കുന്നത്? മറ്റുള്ളവരാരെങ്കിലും കാണും, നമ്മളെ തെറ്റിദ്ധരിക്കുമെന്ന് പറയും. തെറ്റിദ്ധരിച്ച എനിക്കിപ്പോ എന്താ പ്രോബ്ലം എന്നും പറഞ്ഞിട്ട് ഷാവാണെങ്കിലോ വീണ്ടും വീണ്ടും സിയുടെ തലയിൽ തട്ടിക്കൊടുത്തോണ്ടിരിക്കും. ഇതൊക്കെ ദൂരെ മാറി നിന്ന് നമ്മുടെ ഹുവാനെയും കാണുന്നുണ്ട്. ഇവരുടെ ക്യൂട്ട്നെസ് ഒക്കെ കണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അതേ ടൈമിന് സ്റ്റേജിൽ കുട്ടികളുടെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ഭയങ്കരമായിട്ട് കാറ്റടിക്കും. സ്റ്റേജിലുള്ള ഒരു ബാനർ ഉണ്ട്, ആ ഒരു കാറ്റില് ആ ബാനർ ആടാനായിട്ട് തുടങ്ങും. അപ്പൊ തന്നെ ഹുവാന ആ സ്റ്റേജിന്റെ ബാക്കിലേക്ക് ചെന്ന് നോക്കും. അതിന് കൊടുത്തിരിക്കുന്ന പില്ലറൊക്കെ ഭയങ്കര വീക്കാണ്. ഇനിയെങ്ങാനും ഈ കാറ്റില് ഈ പില്ലറൊക്കെ ഒടിഞ്ഞു പോയാല് ആ ബാനർ കുട്ടികളുടെ മീത്ത് വീഴുമല്ലോ എന്ന് പേടിച്ച് ഹുവാന ആ ഒരു പില്ലറൊക്കെ പിടിച്ചു നിർത്താനായിട്ട് നോക്കും. പക്ഷെ ആ ടൈമിന് ആ ഒരു പില്ലർ ഒടിഞ്ഞ് നിലത്തേക്ക് വീഴാനായിട്ട് പോകും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് ഹുവാന നിൽക്കുമ്പോ കറക്റ്റ് ആയിട്ട് മിങ്ങ വന്ന് ആ ഒരു പില്ലർ പിടിച്ച് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടി ആ ഒരു ബാനറൊക്കെ തൂക്കി പിടിച്ച് നിൽക്കും. അങ്ങനെ പെർഫോമൻസും കഴിയുമ്പോ തന്നെ സോറി, നീ ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് വന്നതല്ലേ, പക്ഷേ ഇവിടെ ജോലി ചെയ്യേണ്ട അവസ്ഥ ഞാൻ വരുത്തി, സോറി എന്നോട് ക്ഷമിക്കെന്നറിയും. ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടല്ലേ വന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായില്ലേ, അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനക്കും ഹാപ്പി ആയിട്ട് മിങ്ങിന്റെ കവളിൽ ഒരു കിസ്സൊക്കെ കൊടുക്കും. അപ്പൊ തന്നെ മിങ്ങും നിനക്ക് വേണ്ടി വാങ്ങിയ ഒരു ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് ഒരു ചെയിൻ എടുത്ത് നീട്ടും. ഹായ്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, എന്തായാലും നീ തന്നെ എന്റെ കഴുത്തില് ഇതിട്ടതാന്ന് പറയും. അങ്ങനെ മിങ്ങും ആ ഒരു ചെയിൻ എടുത്ത് ഹുവാനയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കും. അപ്പോഴാണ് കവളില് ലിപ്സ്റ്റിക്കിന്റെ പാട് കാണുന്നത്. അങ്ങനെ തന്നെ അതൊക്കെ തുടച്ചു കൊടുത്ത് പുറത്ത് കുട്ടികള് റൂഷൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, അതേപോലെയാണ് നിന്നെ ഇപ്പൊ കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി കുറച്ചു നേരം സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഹുവാന ധോനിനെ വിളിച്ചു വരുത്തി ഒരുപാട് ചീത്ത പറയും. കുട്ടികൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഇവന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നിട്ട് പില്ലർ ഭയങ്കര വീക്കായിട്ടുള്ള മരക്കട്ട കൊണ്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെക്ക് ചെയ്തില്ല എന്ന് ഇങ്ങനെ ചോദിക്കും. സോറി, ഇവിടെയുള്ള ഒരു പയ്യനാണ് ആ ഒരു പില്ലറിന് വേണ്ടി എനിക്ക് സജഷൻ തന്നത്, അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിച്ചു, പിന്നെ എനിക്ക് ചെക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറയും. ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്, ഇനി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോവാന്നും പറഞ്ഞ് ധോനിന അവിടെ നിന്ന് പറഞ്ഞഴക്കും. അതിനുശേഷം എല്ലാ സ്റ്റാഫിനെയും വിളിച്ചു വരുത്തി ധോനിയുടെ കമ്പനിയും നമ്മളുമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും ഞങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്, അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല, നമ്മൾ അവരെ പിരിച്ചു വിട്ടു എന്നറിയും. ഇത് കേൾക്കുമ്പോ അവിടെ ഹുവാനെ ഇഷ്ടമില്ലാത്ത ഒരു പയ്യനുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ ഒച്ചവെക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു, അവരെയും കൂടി പറഞ്ഞയച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയിക്കോന്ന്. അപ്പൊ തന്നെ ഹുവാനയും പറയും, എന്ത് റിസൈൻ ചെയ്ത് പോവാനോ, ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഹുവാനയുടെ ഫേസിലേക്ക് ഒഴിച്ച് ആ പയ്യൻ അവിടെ നിന്ന് ഇറങ്ങി പോകും. ഇത് കാണുമ്പോൾ എല്ലാവരും തന്നെ ഷോക്കാകും. ഹുവാനയും അങ്ങനെ ഷോക്കായിട്ട് നിൽക്കാണ്. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.